Hi friends, ഞാൻ ശ്രീകുമാർ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത് ലൂസിഫറിന്റെ രണ്ടാം ഭാഗത്തിന് എംപുരാൻ എന്ന് പേരിട്ടതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്താണ് ഈ എംപുരാൻ എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ നമ്മുടെ ചാനലിൽ വരുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. ലൂസിഫറിന്റെ ആദ്യ ഭാഗത്തിൽ തന്നെ ഒരുപാട് നിഗൂഢതകൾ ഉണ്ടായിരുന്നു. അതിലൊന്നാണ് ഇനൂമിനാലിറ്റി. അതേ പറ്റിയിട്ടുള്ള ഒരുപാട് ഇൻസിഡൻറ്റുകളും സീനുകളും ആ ചിത്രത്തിലുണ്ടായിരുന്നു. ചിത്രം റിലീസ് ചെയ്തതിന് ശേഷം അത് വളരെയധികം ചർച്ചയാവുകയും ചെയ്തിരുന്നു. സോഷ്യൽ മീഡിയാസായ ഫേസ്ബുക്ക്, യൂട്യൂബിലെല്ലാം തന്നെ ഒരുപാട് ഇനൂമിനാലിറ്റി ബന്ധപ്പെട്ട വീഡിയോസ് ഇതിൻ്റെ ബേസ്ഡ് ഇറങ്ങുകയുണ്ടായിരുന്നു. ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ടൈറ്റിലായ എംപുരാൻ എന്ന നെയിം അവരിപ്പോൾ കൊടുത്തതായിട്ടും അതിൻ്റെ പോസ്റ്റർ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കണ്ടു കാണും. എന്നാൽ ഈ പോസ്റ്ററിലും പല നിഗൂഢതകളും ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ളതാണ് സത്യം. എംപുരാൻ എന്ന വാക്കിന്റെ അർത്ഥം വരുന്നത് കിരീടം വെക്കാത്ത രാജാവ്, അതായത് രാജാക്കന്മാർക്ക് മുകളിലും ദൈവത്തിന് താഴെയുമുള്ള ഒരു സ്ഥാനമായിട്ടാണ് എംപുരാൻ എന്ന വാക്ക് നമ്മൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. എംപുരാൻ എന്ന വാക്ക് നമ്മൾ ആദ്യത്തെ ലൂസിഫർ എന്ന സിനിമയിലെ എംപുരാനേ എന്നൊരു സോങ്ങിൽ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അന്നേ ആളുകൾ ഇതിനെപ്പറ്റി സെർച്ച് ചെയ്യുന്നുണ്ട്. എംപയർ എന്ന് വെച്ചാൽ രാജാവ് എന്നാണ്. എംപുരാൻ എന്ന് ഉദ്ദേശിക്കുന്നത് രാജാവിന് മുകളിലും ഈശ്വരന് താഴെയുമുള്ള കിരീടം വെക്കാതെ രാജ്യം ഭരിക്കുന്ന രാജാവ് എന്നാണ് അതിനെ അർത്ഥമാക്കുന്നത്. ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധപ്പെട്ട വാക്കാണ് ഈ ലൂസിഫർ എന്നുള്ളത്. അതായത് ഈശ്വരന് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു മാലാഖയായിരുന്നു ലൂസിഫർ. ദൈവനിന്ദയുടെ ഭാഗമായിട്ട് ഈശ്വരൻ സ്വർഗത്തിൽ നിന്നും ലൂസിഫറിനെ ഭൂമിയിലേക്ക് അയച്ചു എന്നാണ് അതിൻ്റെ സ്റ്റോറി ബേസ്ഡ് പോകുന്നത്. ആ ലൂസിഫറിന്റെ സ്വാധീനം കാണിക്കുന്ന ഒരുപാട് സീനുകൾ ലൂസിഫർ എന്ന ചിത്രത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള എംപുരാൻ എന്നുള്ള ടൈറ്റിലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എംപുരാൻ എന്നുള്ളതിൽ AA റെഡ് കളറിൽ ബ്ലഡിന്റെ ഒരു കളറിൽ കാണാൻ പറ്റും. ഈ AA എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ AA എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അലിസ്റ്റൻ കോളി എന്നുള്ള ഒരാൾ സംഘടിപ്പിച്ച ഒരു സ്പിരിച്വൽ ഓർഗനൈസേഷനാണിത്. 1907 ഫൗണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കാണാൻ പറ്റും. അപ്പോൾ ലൂസിഫർ ഫസ്റ്റിലെ തന്നെ പല കാര്യങ്ങളും സിനിമയ്ക്ക് ശേഷം വളരെയധികം ചർച്ചയായിരുന്നു. അതുപോലെ തന്നെ സെക്കൻഡ് പാർട്ടായ എംപുരാനിലും ഇത്രയും കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഈ പേരിലെ ഈ കൊണ്ട് തന്നെ അർത്ഥമാക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ ചിത്രം കണ്ടു തന്നെ നമുക്കറിയാം. മറ്റൊരു വീഡിയോയുമായി കാണാം. ഞാൻ ശ്രീകുമാർ, സൈനിങ് ഓഫ്.